ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ ബീച്ച് വ്ളോഗാണ്. ഓർ വി ക്യാൻ സേ ആൻ ഈവനിങ് വെൽ സ്പെൻഡ് അറ്റ് ദ ബീച്ച് വിത്ത് അവർ ഫാമിലി. സത്യത്തിൽ ഈ വീക്ക് ഞങ്ങൾ എല്ലാവരും കംപ്ലീറ്റ്ലി ബിസി ആയിരുന്നു. വി വർ ഓൾ ടൈഡ് അപ്പ് ആൻഡ് വി ബാഡ്ലി വാണ്ടഡ് ടു ഗെറ്റ് സം ഫ്രഷ് എയർ ആൻഡ് എ പീസ്ഫുൾ വൈബ്. സോ വി തോട്ട് വൈ നോട്ട് ദ ബീച്ച്. ബീച്ചിൽ വന്ന് ഞങ്ങൾ ഒന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്കും ഈസി നേരെ ഓടിയത് വെള്ളത്തിലേക്കാണ്. They were having so much fun after a long hectic week. ഇവരുടെ കളി കണ്ടപ്പോൾ മനസ്സിലായി ഇവർ പെട്ടെന്നൊന്നും അവിടെ നിന്ന് വരില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്ബ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വായോ കളിക്കുക, ഇവിടെ നല്ല ഫണ്ണാണ് വായു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. ഫസ്റ്റ് പോയില്ല, കാരണം ഐസി ഇടയ്ക്കിടയ്ക്ക് മണ്ണുകൊണ്ട് വാരി കളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇവനെങ്ങാനും വായിലിടുവോ വായിലേക്ക് അങ്ങനെ ആക്കുമോ തലയിലാക്കുമോ എന്നുള്ള പേടിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐസിയും കൂടിയിട്ട് വന്നിട്ട് തുടങ്ങി മണ്ണിൽ വീണ്ടും കളിക്കില്ല. ആ കളിക്കലിൽ അവന് ഇടയ്ക്കൊന്ന് തലയിലേക്ക് കോരിയിടുന്നു, അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ഞ് പൊട്ടി വരുന്നു. അല്ല, ഇതൊക്കെ പോയിട്ട് ഞാൻ വൃത്തിയാക്കട്ടെ, എങ്ങനെ ഇതിൻ്റെ തലേന്നൊക്കെ ഇതെടുത്ത് മാറ്റുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കളിക്കട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അവരുടെ മണ്ണുകളി അടിപൊളിയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ടാസ്ക് നമുക്കാണ്. അയ്യോ, ആ ഡ്രസ്സിൽ നിന്ന് മണ്ണൊന്ന് പോയി കിട്ടാൻ എൻ്റെ പൊന്നോ എളുപ്പമല്ല. അതൊരു ഒന്നൊന്നര ടാസ്ക്കാണ്. പിന്നെ ഞങ്ങൾ ആ ബീച്ച് ഡേ ആക്ച്വലി നന്നായി എൻജോയ് ചെയ്തിട്ടാണ്. ഏറ്റവും എൻജോയ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഐസിയാവും. അവന് ഓടുക, മണ്ണെടുത്ത് വാരുന്നു, തിരിച്ചോടുന്നു, മണ്ണെടുത്ത് വാരുന്നു, വെള്ളത്തിൽ പോയി കിടക്കുന്നു. അയ്യോ, അവൻ നന്നായി എൻജോയ് ചെയ്ത്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഫറും പോയിട്ട് കാലൊക്കെ നനച്ച് ഞങ്ങളുടെ രീതിയിൽ അവിടെ അടിപ്പാടി നടക്കുമായിരുന്നു. വി ഹാഡ് കൈൻഡ് ഓഫ് ഫൺ. Playing so many things, and guess what I got? I got a stick that looks like the dog's bones, I don't know. And I got like so many artificial kind of rocks that's like fake. It's so good. I'm like, what? Who would even get like a green rock in a beach? A green rock. Yeah, whatever. I don't want that. And yeah, I don't know what it's doing, but it's like a tiny stone. Yeah, I got like black rocks and many things. Come on, follow me to the water. ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് മൊത്തം അവളുടെ എക്സൈറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് വെള്ളത്തിൽ കളിക്കാൻ പോയപ്പോൾ അവൾക്ക് ഒരുപാട് കളേഴ്സ് ഓഫ് റോക്സ് കിട്ടി. ആ സന്തോഷത്തിലാണ് മറ്റാൾ. ഐസി മണ്ണിൽ കളിക്കുന്ന സമയത്താണ് ഐസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നത്, തെയ്യു. കാരണം ഐസിയുടെ എല്ലാ വട്ടിനനുസരിച്ച് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തെയ്യോ. അതുകൊണ്ട് തന്നെ തെയ്യുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വോയിസ് പറയുന്നതിന് ഫറു കേൾക്കണ്ട, ഫറു കേട്ടെന്നെ കൊല്ലും. ഇനി സത്യം പറയാമല്ലോ, നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ അസംബിൾ ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ആക്ച്വലി കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. പക്ഷെ വോയിസ് ഓവർ ചെയ്യൽ അത് എളുപ്പമല്ല കേട്ടോ. അയ്യോ, ഫസ്റ്റൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ പറയും, അത് കഴിഞ്ഞ് നമുക്കൊന്നും കിട്ടില്ല. ഇപ്പം എനിക്കൊന്നും കിട്ടാത്ത പോലെ. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.